السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ അധ്യക്ഷൻ, അതുപോലെ തന്നെ മറ്റു കമ്മിറ്റി ഭാരവാഹികൾ, ഈ മദ്രസയുടെ സദർ ഉസ്താദ് അടക്കമുള്ള മുഅല്ലിം സഹപ്രവർത്തകരെ, ഇതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാട്ടുകാരായ നല്ലവരായ യുവാക്കൾ, അതുപോലെ തന്നെ ഉമ്മപങ്ങന്മാർ, വിദ്യാർത്ഥിനികളെ, കുഞ്ഞുമക്കളെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന അല്ലാഹുവിന്റെ വചനം കൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഒരു സുദീർഘമായ സംസാരത്തിന് ഞാൻ ഒരുങ്ങുന്നില്ല. എന്നിരുന്നാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ മഴയെപ്പോലും അവഗണിച്ചുകൊണ്ട്, അതിനൊക്കെ നേരിട്ടുകൊണ്ട് ഇത്രയും നല്ലൊരു പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ഇതിന്റെ പ്രവർത്തകർക്കൊക്കെ അല്ലാഹു തആല അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ് ഇതിനൊക്കെ കാരണം. പ്രവാചകന്റെ ജന്മദിനമാണ് ഇതിനൊക്കെ കാരണം. ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊണ്ടപ്പോൾ എല്ലാവരും സന്തോഷിക്കുകയാണ് ചെയ്തത്. വാനലോകത്തു നിന്നും സന്തോഷം, ഭൂമിയിലും സന്തോഷം. അങ്ങനെ നോക്കിയാൽ എല്ലായിടത്തും സന്തോഷമായിരുന്നു. പക്ഷേ ഒരു വ്യക്തിക്ക് മാത്രമായിരുന്നു വിഷമമുണ്ടായിരുന്നത്. ആരെന്നറിയോ? നബി തങ്ങളുടെ ജന്മദിനം കൊണ്ട് വിഷമിച്ച ഒരേ ഒരു മനുഷ്യനല്ല, ഒരേ ഒരാൾ. ആരാണ്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് വിഷമിച്ച വിരൽ പൂണ്ട ഒരാളുണ്ടെങ്കിൽ അത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അപ്പോ അതിനെ തുടർന്ന് അനുഗമിച്ചു പോകുന്ന ചില ആളുകളും ഇന്നും പ്രവാചകന്റെ ജന്മദിനമാകുമ്പോ വല്ലാത്ത വിറളി പൂണ്ടുകൊണ്ട് വിഷമിക്കുന്ന ഒരു അവസ്ഥ നാം കാണുന്നു. നമുക്ക് സോഷ്യൽ മീഡിയകളിലൂടെ കാണുന്നവരാണ്. അവരുടെ പ്രസംഗങ്ങൾ സ്റ്റാറ്റസ് വെക്കുന്നു. വല്ലാത്തൊരു ഇഖ്ലാസ് അവർക്ക് ഈ പ്രവാചകന്റെ ജന്മദിനം അടുത്താൽ അവർക്ക് കൂടുകയാണ്. ചിന്തിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക് കൂടുതൽ തെളിവുകളൊന്നും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് പ്രവാചകനോട് ചോദിക്കപ്പെട്ടു. എന്തിനാണ് ഈ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നത് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, ദാലിക യൗമ ഉലിത്തു ഫീഹി, അന്നാണ് ഞാൻ ജനിച്ചത്. ഈ ഒരു ഹദീസ് മാത്രം മതി ചിന്തിക്കുന്നവന്. പിന്നെയും എത്ര ഖുർആനായ തോതിയാലും, ഇനി എന്ത് ഹദീസ് പറഞ്ഞാലും, എത്ര പറഞ്ഞു കൊടുത്താലും ഇനിയും തെളിവ് വേണം. തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് നാം തെളിവ് പറയേണ്ട ആവശ്യമില്ല. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരാൾക്ക് ഈ ഒരു ഹദീസ് മാത്രം തെളിവ് മതി. ദാലിക യൗമു ഉലിത്തു ഫീഹി, ഞാൻ ജനിച്ച ദിവസമാണ് അന്ന് എന്ന് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണുള്ളത്. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞൊരു കാര്യമുണ്ട്, ഫദക്കിർഹും ബിഅയ്യാമില്ലാഹ്,
അള്ളാഹുവിന്റെ ദിവസത്തിന് നിങ്ങൾ ജനങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാമുകൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ദിവസങ്ങളിൽ എണ്ണപ്പെട്ട ദിവസമാണ് പ്രവാചകന്റെ ജന്മദിനം. പ്രവാചകന്റെ ഈ ജന്മദിനമില്ലായിരുന്നുവെങ്കിൽ നമുക്കെവിടുന്നാണ് ദഅവത്ത്, നമുക്കെവിടുന്നാണ് ജീവിതം, നമുക്കെവിടുന്നാണ് ഇസ്ലാം? പ്രവാചകന്റെ ജന്മദിനേക്കാളും അള്ളാഹുവിന്റെ മഹത്തായ ദിവസങ്ങളിൽ വേറെ എന്താണ് എന്ന് ഒരു ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യന്റെ തെളിവ് ഇത്ര മതി. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മദിനത്തിന് ശേഷം ഈ 63 വർഷക്കാലം സമുദായത്തിൽ ചെയ്ത പ്രവർത്തനം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ വളരെയധികം അത്ഭുതകരമായിരിക്കും. ഒരു വൃത്തികെട്ട ഒരു ജനത, ഏതിനും എന്തിനും പോരാടുന്ന, അടിപിടി ഉണ്ടാക്കുന്ന, കൊല്ലുന്ന, കൊള്ളിവെപ്പ് നടത്തുന്ന ഒരു ജനതയെ ഏറ്റവും നല്ല ഉത്തമരാക്കി മാറ്റിയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കറിയുമോ, നിരവധി യുദ്ധങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. ഹർബുൽ ബസൂസ് എന്ന് പറയുന്ന യുദ്ധം, ഹർബുദ്ദാഹിസ് വൽ ഗബറ എന്ന് പറയുന്ന യുദ്ധങ്ങൾ, ഈ 2 യുദ്ധങ്ങൾ തന്നെ എടുത്താൽ മതി എത്രത്തോളം മലീമസമായിരുന്നു അവരുടെ ചിന്താഗതി എന്ന് ജാഹിലിയ കാലഘട്ടം. ഹർബുൽ ബസൂസ് എന്ന് പറഞ്ഞാൽ ബസൂസി എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട യുദ്ധമായിരുന്നു. ബസൂസി എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ഒരു ഒട്ടകമുണ്ടായിരുന്നു. ആ ഒട്ടകം മറ്റൊരാളുടെ വീട്ടിൽ പോയി അത് മേഞ്ഞു. അതുകൊണ്ട് ആ വ്യക്തി ഈ ഒട്ടകത്തിനെ കൊന്നു. ഈ ഒട്ടകത്തിനെ കൊന്നതിന്റെ പ്രതികാരമായിട്ട് ഈ കൊന്ന മനുഷ്യനെ കൊന്നു. ആ കൊന്നതിന്റെ പ്രതികാരമായി അങ്ങോട്ടും കൊന്നു. അങ്ങനെ കൊന്നു കൊല വിളിച്ചുകൊണ്ട് 40 വർഷക്കാലം യുദ്ധം നടത്തി ജാഹിലിയ കാലം. ഹർബുൽ ബസൂസ്, ഹർബുദ്ദാഹിസ് വൽ ഗബറ എന്ന് പറയുന്ന 2 കുതിരകളുമായി ബന്ധപ്പെട്ട യുദ്ധം. 2 മത്സരം നടന്നു. ഒരു മത്സരം നടന്നു, 2 കുതിരകൾ. ഒന്ന് ദാഹിസ് എന്ന് പറയുന്ന കുതിര, ഒന്ന് ഗബറ എന്ന് പറയുന്ന കുതിര. ഈ 2 കുതിരകൾ മത്സരിച്ചു. ആരാണ് ഫസ്റ്റ് എത്തിയത് എന്നുള്ള ചർച്ചകൾ വന്നു. അവസാനം അടിപിടിയായി 40 വർഷക്കാലം യുദ്ധം നടന്നു. കൊള്ളയും കൊള്ളിവെപ്പും ഈ ഒരു സമുദായമായിരുന്നു. പിന്നെ നാം ഒക്കെ കേൾക്കുന്നത് സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾ ജനിച്ചാൽ കുഴിച്ചുമൂടിയിരുന്ന ഒരു കാലഘട്ടം. അത് എല്ലാ സ്ഥലത്തല്ലെങ്കിലും ചില സ്ഥലങ്ങളിൽ അത് സംഭവിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് തന്റെ തറവാട് അഭിമാനം പറയുക, അൽ ഫഖ്റു ബിൽ അൻസാബ്. തറവാട് പറഞ്ഞുകൊണ്ട് മേന്മ പറയുക, എന്റെ തറവാട് അതാ, എന്റെ തറവാട് ഉന്നതമായ തറവാടാണ്. അവനാരാ? അവൻ മോശമായ തറവാടുകാരനാണ്, അവനൊന്നും അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം ആക്ഷേപിച്ചിരുന്ന ഒരു കാലഘട്ടം. മരിച്ചു കഴിഞ്ഞാൽ നെഞ്ചകം വസ്ത്രം കീറിക്കൊണ്ട് അലമുറയിട്ടിരുന്ന കാലഘട്ടം. അങ്ങനെ നോക്കിയാൽ എല്ലാ തോന്നിവാസങ്ങളും നടന്നിരുന്ന കാലഘട്ടം. എത്രത്തോളം എന്നാൽ മറ്റുള്ളവനെ ആക്ഷേപിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്താണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനാകുന്നതും അവിടെ ഉദ്ധാനം നടക്കുന്നതും. അവിടെ മനുഷ്യനെ തീർത്തും നന്മയിലേക്ക് കൊണ്ടുവന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, കള്ളു കുടിച്ച് മസ്തായി നടന്നിരുന്ന ഒരു വിഭാഗം നമ്മളുടെ ഇടയിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു കള്ളു കുടിക്കുന്ന ഒരു വ്യക്തിയെ നേരാക്കാൻ നമുക്ക് കഴിയൂല. കാരണം കള്ളു കൂടി ഒരു ശീലമാക്കിയാൽ അതിൽ നിന്ന് മാറാൻ മരിക്കണം, അല്ലെ? ആ ഒരു സ്വഭാവമല്ലേ ഉള്ളത്? ആ ഒരു സ്വഭാവം ഒരു ജനത മുഴുവനും കള്ളുകുടിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടം. ഞാൻ മരിച്ചാൽ മുന്തിരിവള്ളി എന്റെ ഖബറിൽ നടണമെന്ന് ലോകത്തോട് പറഞ്ഞ മനുഷ്യന്മാരുള്ള കാലഘട്ടത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിന്റെ ആയത്തിലൂടെ ഓരോന്നായി ഇല്ലാതാക്കി. പെട്ടെന്നല്ല ഇല്ലാതാക്കി. ഏതൊരു തിന്മയും നമുക്ക് പെട്ടെന്ന് ഇല്ലാതാക്കാൻ സാധ്യമല്ല. എന്താണ് ആദ്യം പറഞ്ഞത്? നിങ്ങൾ കള്ളു കുടിച്ചോളൂ, പ്രശ്നമില്ല, പക്ഷേ നിങ്ങൾ നിസ്കാരത്തിൽ കള്ളു കുടിക്കുന്നത് ഉപേക്ഷിക്കണം. അങ്ങനെ നിസ്കാരത്തിൽ ഉപേക്ഷിക്കാൻ തുടങ്ങി. കാരണം എന്താ? നിസ്കാരത്തിൽ മനുഷ്യൻ ഓതാൻ തുടങ്ങിയത്, സഹാബികൾ ഓതാൻ തുടങ്ങി, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അഅ്ബുദു മാ തഅ്ബുദൂൻ.
മുശ്രിക്കീങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നത് ഞാൻ ആരാധിക്കുന്നു. ലാ അഅ്ബുദു പറയേണ്ടടുത്ത് അഅ്ബുദു മാ തഅ്ബുദു, ലാ പറയേണ്ടടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയത്തുകൾ തെറ്റാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ നിസ്കാരത്തിൽ നിങ്ങൾ കള്ളു കുടിക്കുന്നത് ഉപേക്ഷിക്കണം. അങ്ങനെ കുറെ കഴിഞ്ഞ് പിന്നീട് ആയത്തിറങ്ങി, കള്ള് ഖൈറിനേക്കാൾ നന്മയേക്കാൾ ഷർറാണ് കൂടുതൽ, അതുകൊണ്ട് നിങ്ങൾ അത് ഉപേക്ഷിക്കലാണ് നല്ലത് എന്ന് ആയത്തിറക്കി. അവസാനം കള്ളുകൊടിയുടെ ആ നിർത്തലാക്കലിന്റെ അവസാനം അല്ലാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് അവസാനിപ്പിക്കാനായിട്ടില്ലേ, ഈ കള്ളുകൊടി ഒഴിവാക്കാനായിട്ടില്ലേ എന്ന് പറഞ്ഞു. ആ ആയത്തിറങ്ങലോടുകൂടെ സഹാബികൾ കള്ളിന്റെ ചട്ടികളൊക്കെ പൊട്ടിച്ചു കളഞ്ഞു, എല്ലാം ഒഴുക്കി കളഞ്ഞു, ഒരു നദി പോലെ ഒഴുകി. ആ ഒരു പുനരുത്ഥാനം നടത്തിയ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം, ആ ജന്മദിനത്തിന് നമ്മൾ ആഘോഷിക്കണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക മുഅ്മിനീങ്ങളെ? ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല, ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പരസ്പരം ആക്ഷേപിക്കുന്ന മനുഷ്യന്മാരുടെ ഇടയിലാണ് നമ്മൾ ആരെങ്കിലും കൊച്ചാകും. ഒരു കുള്ള മനുഷ്യനുണ്ടെങ്കിൽ, നീളം കുറവുണ്ട്, അവന് പറയുന്നത് ആ കുള്ളൻ എന്ന് പറയും. കാല് മോട്ടുന്നവനുണ്ടെങ്കിൽ കാല് മോട്ടുന്നവൻ അല്ലെ, അവന് തമാശ. കറുപ്പനാണെങ്കിലും കറുപ്പൻ എന്ന് പറയും. അതേ ഒരു സംഭവം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തുണ്ടായി. ബഹുമാനപ്പെട്ട അബൂദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു അടിമയും ഒപ്പമുണ്ട്. പണ്ട് അടിമക്കാലം ആയിരുന്നല്ലോ, അടിമ ഒപ്പമുണ്ട്. രണ്ടാളുടെ വസ്ത്രം നല്ല വസ്ത്രം. ആ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ധരിച്ച അതേ വസ്ത്രം അടിമ ധരിച്ചിരിക്കുന്നു. അപ്പോൾ ആളുകൾ ചോദിച്ചു, അല്ല മനുഷ്യ, അടിമക്ക് സാധാ താണ വസ്ത്രമല്ലേ കൊടുക്കേണ്ടത്, പിന്നെന്താ നിങ്ങൾ അതേ വസ്ത്രം ഇട്ടത് എന്ന് ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ സ്വഹാബിയായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു സംഭവം. കാരണം ഞാൻ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു അറിയാം, കറുത്ത മനുഷ്യരായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ വിളിച്ചത്, ഒരു പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ അടിപിടിയായപ്പോൾ ഞാൻ വിളിച്ചു, യബ്ന സൗദാ, ഏ കറുപ്പന്റെ മകനെ, കറുപ്പത്തിയായ പെണ്ണിന്റെ മകനെ എന്ന് വിളിച്ചു. ഇത് ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു സൗദ, കറുത്ത അടിമ സ്ത്രീയുടെ മകൻ എന്ന് വിളിച്ച് കറുപ്പിനെ ആക്ഷേപിച്ചിരിക്കുന്നു നബിയെ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, യാ അബൂദർ ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ. ജാഹിലിയ കാലത്തുണ്ടായ സ്വഭാവം ഉണ്ടല്ലോ, കറുപ്പിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, തറവാടിന്റെ പേരിൽ, പണത്തിന്റെ പേരിൽ പരസ്പരം ആക്ഷേപിച്ചിരുന്ന, താറടിച്ചിരുന്ന ഒരു സ്വഭാവമുണ്ട് അബൂദർറെ നിന്റെ മനസ്സിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതിൽ ഖേദിച്ചുകൊണ്ട് പൂർണ്ണമായും തൗബ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഏതൊരു മനുഷ്യനെയും ബഹുമാനിക്കുക എന്നതുകൊണ്ടാണ് തന്റെ അടിമക്ക് താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ധരിപ്പിച്ചത് എന്ന് മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ ഒരു മാറ്റമാരാണ് ഉണ്ടാക്കിയത്. ലോകം പറഞ്ഞു ഉമർ മുസ്ലിം ആകാനോ? ഇല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മകനാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഖത്താബിന്റെ കഴുത മുസ്ലിം ആകുന്നത് വരെ ഉമർ മുസ്ലിം ആകില്ല. ഖത്താബിന്റെ കഴുത മുസ്ലിം ആകുന്നത് വരെ ഉമർ മുസ്ലിം ആവില്ല. എന്താ അർത്ഥം? മുസ്ലിം ആവേല ആ മനുഷ്യൻ, അല്ലെ? അത്രയും മോശമായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാം ഖലീഫയായി മാറി. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമർ ഒരു വഴിയിലൂടെ വരികയാണെങ്കിൽ പിശാചു പോലും വഴി മാറി വേറൊരു വഴിയിലേക്ക് മാറും. അത്രയും വലിയ മഹാനായി മാറി ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു. മനുഷ്യന്റെ മനസ്സിനെ നന്നാക്കിയെടുത്തു, സ്വഭാവം നന്നാക്കിയെടുത്തു. വെറും മോശമായ ഒരു കാലഘട്ടത്തിന് ഏറ്റവും ഉത്തമമായ കാലഘട്ടമാക്കി മാറ്റിയത് നമ്മൾ ആരുടെ ജന്മദിനത്തിന് വേണ്ടിയാണോ ഇവിടെ ഒരുമിച്ച് കൂടിയത്, ആ പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ്. നിങ്ങളെ ആ പ്രവാചകനെ നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കാൻ നമ്മൾ തയ്യാറാവണം. ആ പ്രവാചകന്റെ സുന്നത്ത് നമ്മൾ അനുകരിക്കാൻ തയ്യാറാവണം. വെറും റബീഉൽ അവ്വൽ മാത്രം വരുമ്പോ മാത്രമല്ല സ്നേഹം, അല്ല. റബീഉൽ അവ്വൽ ഒരു മാസത്തിൽ ഉണ്ടെങ്കിൽ നല്ല സ്നേഹം, നല്ല ഭക്ഷണം കഴിച്ച് നല്ല ഉഷാറായി പോകും.
എപ്പോഴും വെള്ളിയാഴ്ച സ്വലാത്ത് ഉണ്ടാവും. ആ സ്വലാത്ത് നീക്കൂല, സ്വലാത്ത് പറയൂല. നബി തങ്ങളുടെ സുന്നത്ത് പോയിട്ട് ഫർള് പോലും നിസ്കരിക്കൂല. സുന്നത്ത് അല്ലാതെ ഉണ്ട്. അപ്പോ ആ സുന്നത്ത് നബി തങ്ങൾ എന്താണോ പഠിപ്പിച്ചത് അത് ജീവിതത്തിൽ കൊണ്ടുവരലാണ് സ്നേഹം. വെറും ഇത് മാത്രമല്ല സ്നേഹം, വെറും ചീരണി ചെന്ന് പോകലല്ല സ്നേഹം. നബി തങ്ങളുടെ ജീവിതം അത് തന്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ തയ്യാറാവണം. എന്റെ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് യുവാക്കളോട്, അള്ളാഹുവിന്റെ ദീന് വിട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. എനിക്ക് ഇവിടെ യുവാക്കളെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. എല്ലാ യുവാക്കളും ഒന്നിച്ചിരുന്ന് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. അള്ളാഹു തആല യുവാക്കൾക്കും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്കൊക്കെ അള്ളാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. അള്ളാഹു തആല നമ്മളെ കുട്ടികളുടെ പരിപാടികളൊക്കെ നടക്കുകയാണ്. അള്ളാഹു തആല ഇതിനു വേണ്ടി എത്രയോ ആളുകൾ ചെയ്തവർ, ഇതിനു വേണ്ടി അധ്വാനിച്ചവർ, അല്ലാഹു തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. അല്ലാഹു തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു തആല നമ്മൾ സന്തോഷിക്കുന്നത് പോലെ അവരെയും അവരുടെ ഖബറിൽ അല്ലാഹു തആല സന്തോഷിപ്പിക്കട്ടെ. അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. എന്തായാലും കുറച്ചുകൂടി പറയണമെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് പറയാം. അപ്പൊ പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അത്ര കണ്ട് ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുക. അല്ലാഹു തആല പറഞ്ഞത് വറഫഅനാ ലക ദിക്റക, നബിയെ അങ്ങയുടെ സ്മരണയെ ഞാൻ ഉയർത്തിയിരിക്കുന്നു. വറഫഅനാ ലക ദിക്റക, നബിയെ അങ്ങയുടെ ദിക്ർ, അങ്ങയുടെ പ്രശസ്തിയെ ഞാൻ ഉയർത്തിയിരിക്കുന്നു. അല്ലേ? പ്രവാചകനെ എത്ര കണ്ട് മോശമാക്കാൻ ശ്രമിക്കുന്നുവോ, ഇസ്ലാമിനെ എത്ര കണ്ട് മോശമാക്കാൻ ശ്രമിക്കുന്നുവോ, അത്ര കണ്ട് അല്ലാഹു തആല ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ താറടിക്കാൻ ശ്രമിക്കുക. ഇടയിൽ ഹലാലിന്റെ വിഷയം വന്നു, അല്ലെ? ഹലാല് എന്നതിനെ കുറിച്ച് മോശമായ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അല്ലാഹു തആല അത് അമുസ്ലിങ്ങളെ കൊണ്ട് തന്നെ ആ ഹലാൽ എന്താണെന്ന് വിശദീകരിപ്പിച്ചു, അവർക്ക് കൊടുത്തു, ഇസ്ലാമിന്റെ ശത്രുക്കൾ. അങ്ങനെ ഓരോ സംഭവം ഇസ്ലാമിനെ എതിർക്കുന്നതോറും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ആളുകൾ തയ്യാറാകുന്നു. എത്രയോ ആളുകൾ കണ്ടവരാണ്, എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എത്രയോ ആളുകൾ കമലാസുരിയെ പോലുള്ള പഴയ അല്ലാത്ത പുതിയ ആളുകൾ എത്രത്തോളം എന്നാൽ ഒരു വലിയൊരു എഴുത്തുകാരൻ, ഇസ്ലാമിന്റെ ബദ്ധശത്രുവായിരുന്ന, ഇസ്ലാമിനെതിരെ എഴുത്തുകൾ കൊണ്ട് ഇസ്ലാമിനെതിരെ എതിർത്തിരുന്ന ഒരു വ്യക്തി എതിർത്ത് അവസാനം അയാൾ മുസ്ലിമാണ്. അങ്ങനെ ഇസ്ലാമിനെ എതിർക്കുന്നവരും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും ഇസ്ലാമിനെ അംഗീകരിക്കുകയും അവർ മുസ്ലിമാവുകയും ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമിന്റെ മഹത്വമാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത് വറഫഅനാ ലക ദിക്റക, നബിയെ അങ്ങയുടെ സ്മരണ ഞാൻ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ സ്മരണ എന്നും ഉയർന്നുകൊണ്ടേയിരിക്കും. ആ സ്മരണയെ മാറ്റി നിർത്താൻ ഒരിക്കലും സാധ്യമല്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ജാഹിലിയ കാലഘട്ടത്തിന്റെ എല്ലാ സ്വഭാവങ്ങളെയും മാറ്റി ഒരു ഉത്തമരായ ജനതയായിട്ട്, ഒരു മധ്യമ സമുദായമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിന്റെ റസൂലിലൂടെ ഈ ഒരു പുനരുദ്ധാനം നടത്തിയിരിക്കുന്നത്, ഈ ഒരു മാറ്റം കൊണ്ടുവരിക്കുന്നത്. ആ മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. തഖ്വയാണ് വേണ്ടത്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? ഇംതിസാലു അവാമിരില്ലാഹ് വജ്തിനാബു നവാഹി. നമ്മൾ ജീവിതത്തിൽ അംഗീകരിക്കുക. നബി തങ്ങൾ എന്താണോ വിരോധിച്ചത് ആ വിരോധിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക. അപ്പോഴാണ് യഥാർത്ഥ സുന്നിയായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. എന്താണ് ഖുർആൻ പറഞ്ഞത്, എന്താണ് സ്വഹാബത്ത് ജീവിതത്തിൽ ചെയ്തത്, എന്താണ് മഹാന്മാരായ ഇമാമിങ്ങൾ ചെയ്തത്, ആ ഇമാമിങ്ങൾ ചെയ്തത് നമ്മൾ അക്ഷരം പ്രതിപാലിക്കുക. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ലോകം കണ്ട എത്രയോ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാഠമാക്കിയ ഇമാം ഹാഫിദ് റളിയല്ലാഹു അൻഹു ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ ഏറ്റവും വലിയ ഹദീസുകൾ കാണാപ്പാഠം പഠിച്ച ബഹുമാനപ്പെട്ട ഇമാമുന സുയൂത്തി
അംഗീകരിക്കുന്ന ഈ ശത്രുക്കൾ പോലും, ഈ വഹാബികൾ പോലും അംഗീകരിക്കുന്ന മഹാന്മാരായ ഇമാമിങ്ങൾ, ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉസ്താദായ അബൂ ശാമ റളിയല്ലാഹു അൻഹു അടക്കമുള്ള എത്രയോ ആളുകൾ തെളിവ് നിരത്തിക്കൊണ്ട് പരിശുദ്ധമായ ഈ മൗലിദിനെ, അബുൽ മുദഫർ നടത്തിയതും അല്ലാത്തതുമായ മൗലിദുകളെ പുകഴ്ത്തിക്കൊണ്ട് ഇത് നടത്തൽ നല്ല കർമ്മമാണെന്ന് പറഞ്ഞുകൊണ്ട് സമുദായത്തെ പ്രേരിപ്പിച്ചവരാണവർ. അതിനുവേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയിട്ടും അതിനുവേണ്ടി സദഖ നൽകിയിട്ടും നല്ല രൂപത്തിൽ നടത്തിയ മൗലിദുകൾ മുമ്പുണ്ടായിരുന്നു, മക്കയിലുണ്ടായിരുന്നു. പക്ഷേ സൗദി ഭരണത്തിന്റെ അധികാരം കൊണ്ട് അതൊക്കെ ഇല്ലാതാക്കപ്പെട്ടു. മഖബറകൾ അടിച്ചു തകർക്കപ്പെട്ടു. എന്തൊക്കെ മക്കയിൽ നടന്നിരുന്നോ എല്ലാ കാര്യങ്ങളും, മൗലിദുകൾ നടന്നിരുന്നു. ആ മൗലിദുകളെ ഇല്ലാതാക്കപ്പെട്ടത് പിന്നീട് വഹാബിസം അവിടെ കടന്നു വരുന്നതിലൂടെയാണ്. ഖബറുകളടക്കം എല്ലാം തച്ചു തകർക്കപ്പെട്ടു. ഇസ്ലാമിന്റെ എല്ലാ നന്മകളെയും ഷിആറിനെയും മാറ്റുരക്കപ്പെട്ടു. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞ അതേ വാക്ക് വദക്കിർഹും ബിഅയ്യാമില്ലാഹ്, അല്ലാഹുവിന്റെ ദിവസങ്ങളെ ജനങ്ങളെ ഓർമ്മിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ ആ ഒരു മഹത്തായ ദിവസത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ആ മഹത്തായ ദിവസത്തിന്റെ ആ മഹത്വം അറിയാതെ പോയ ആ ദുർഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ പെടുത്താതിരിക്കട്ടെ. നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഇന്ന് സോഷ്യൽ മീഡിയയാണ് എല്ലാം, അല്ലെ? നമ്മളെ മുഫ്തിയും നമുക്ക് പഠിപ്പിച്ചു തരുന്നതൊക്കെ, നമ്മളുടെ ഉസ്താദൊക്കെ സോഷ്യൽ മീഡിയ. ആരെങ്കിലും ഒന്ന് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, ഒരു ആയത്ത് ഓതിയാൽ, ഒരു ഹദീസ് ഓതിയാൽ വീണു പോകുന്നതാവരുത് നമ്മുടെ അഹ്ലു സുന്നത്തി വൽ ജമാഅ. നമ്മുടെ അഹ്ലു സുന്നത്തി വൽ ജമാഅ, നമ്മൾ സുന്നി എന്ന് പറയുമ്പോൾ നമ്മുടെ ആദർശം ഒരു വീഡിയോ കൊണ്ട് മാറുന്നതാവരുത് മുഅ്മിനീങ്ങളെ. നമ്മളെ അടിസ്ഥാനം നമ്മൾ ഉറപ്പിക്കണം, നമ്മളെ അഖീദ ഉറപ്പിക്കണം. ഖുർആൻ പറയുന്നവർ ഒരു കാലത്ത് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? താടി വളർത്തുകയും ഞെരിയാണിക്ക് മീതെ അവരുടെ വസ്ത്രങ്ങൾ ഉയർത്തുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഭാഗം പിന്നീട് വരാനുണ്ട്. പക്ഷേ അവരുടെ തൊണ്ടയ്ക്ക് കീഴിൽ അഹ്ലു സുന്നത്ത് ഖുർആൻ ഇറങ്ങില്ല. തൊണ്ടയുടെ പുറത്ത് മാത്രമേ ആയത്ത് കാണൂ, തൊണ്ടയുടെ ഉള്ളിലേക്ക് കയറില്ല. അവരുടെ വിശ്വാസം പിഴച്ചതാണ്. ഇനി അവർ എത്ര നല്ലത് ചെയ്താലും നല്ലത് കണ്ടാലും അവരുടെ വിശ്വാസം പിഴച്ചതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഭാഗങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ ഇങ്ങനെ നല്ല സരളമായി ഓതുന്നത് കണ്ടിട്ട് നീ വഞ്ചിതനാവണ്ട. ഹദീസുകൾ ഇങ്ങനെ പാരായണം ചെയ്യുന്നത് കണ്ടിട്ട് നീ വഞ്ചിതനാവണ്ട. അവരെ വീഡിയോ അല്ല നിന്റെ വിശ്വാസം. നിന്റെ വിശ്വാസം, നിന്റെ പാരമ്പര്യത്തിലുള്ള വിശ്വാസം, ഒരിക്കലും തെറ്റാത്ത വിശ്വാസം. ആ വിശ്വാസം മുറുകെ പിടിക്കാൻ നമുക്ക് തയ്യാറാവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കാൻ തയ്യാറാവുക. കൂടുതലായി സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉസ്താദ് സംസാരിക്കുന്നതായിരിക്കും. കൂടുതലായി സംസാരിക്കുന്നത് അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ബർക്കത്ത് ചെയ്യട്ടെ. ഇതിനു വേണ്ടി അധ്വാനിച്ചവർ അവർക്കൊക്കെ അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നമ്മെ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ബിദ്അത്തിൽ നിന്ന്, ബിദ്അത്തിന്റെ ആശയങ്ങളിൽ നിന്ന് ആൾക്കാരിൽ നമ്മളെ സംരക്ഷിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ മഹത്തായ വേദിയിലേക്ക് ആദ്യമായി എല്ലാവരും